ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധി, ഇതാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ടു. ഈ രേണു സുധി അഥവാ രേഷ്മ തങ്കച്ചൻ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കൊത്തിപ്പറിക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് ആ ഒരു അഭിപ്രായമല്ല, എനിക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിധവയായിട്ടുള്ള സ്ത്രീ അല്ലെ, മരിച്ചു പോയിട്ടുള്ള കലാകാരനായിട്ടുള്ള കൊല്ലം സുധീന്റെ പേരിൽ അറിയപ്പെട്ട ഒരാളാണ് രേണു സുധി അഥവാ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്നത്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചുപോയി. ഇപ്പോ കിച്ചു എന്ന് പറഞ്ഞ മോൻ, ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസും എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ ഇപ്പൊ അറിയാം, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. കിച്ചു, മൂത്ത മോനായിട്ടുള്ള കിച്ചു അവന്റെ അച്ഛന്റെ വീട്ടില് അച്ഛമ്മയുടെ കൂടെയാണെന്ന് പറയുന്നു. അവൻ അത്യാവശ്യം, എന്റെ ഒരു അഭിപ്രായത്തിൽ അവൻ അത്യാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. 21 വയസ്സായി. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ് കിച്ചു. ഇപ്പൊ മെച്ചുവേർഡാണ്, 21 വയസ്സായി അല്ലെ. പിന്നെ ഉള്ളത് 5 വയസ്സായിട്ടുള്ള ഋതുൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മോനാണ്. ആ കുട്ടി 5 വയസ്സേ ഉള്ളൂ. ചിന്തിക്കാനോ സ്വന്തമായിട്ട് എപ്പോഴും ഒരാള് വേണം. ഇപ്പൊ നിലവിൽ അമ്മയാണ് ഉള്ളത്. അപ്പൊ അവരുടെ കാര്യം നോക്കി ജീവിച്ചു പോകട്ടെ. എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഈ ഒരു സ്ത്രീനെ ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണു സുധി ദാനമായി കിട്ടിയിട്ടുള്ള ഒരു വീടിന്റെ ചോർച്ചയെ പറ്റി പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. കൂടാതെ രേഷ്മയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഈ രേഷ്മ രേണു എന്ന് പറയുന്ന കൺഫ്യൂഷൻ ആയി പോയിട്ട് രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം രേണുവിന്റെ ഫാദർ ആയിട്ടുള്ള തങ്കച്ചൻ എന്ന് പറഞ്ഞ ആ ഒരു അങ്കിൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അയാളുടെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു ഇന്റർവ്യൂവിൽ വന്ന് സംസാരിച്ചതാണ് കൂടുതൽ ഈ ഒരു കാര്യം വഷളാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ രേണു സുധിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പങ്കാളിയായിരിക്കും എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുന്നില്ല. രേണു സുധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തൊക്കെ ആയിരുന്നാലും അവരൊരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. വിധവയായിട്ടുള്ള സ്ത്രീ എന്ത് തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കണം എന്നല്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ആ സ്ത്രീ നമ്മുടെ സമൂഹത്തിന് നിലയ്ക്കാത്ത ഒരു കാര്യം ചെയ്യുന്നില്ല. ഭർത്താവ് മരിച്ചു, ദാനമായിട്ട് ആരൊക്കെയോ ചേർന്നൊരു വീട് വെച്ചു കൊടുത്തു. അവർക്ക് ജീവിക്കണ്ടേ? ഒരു വീട് മാത്രം ഉണ്ടായിരുന്ന വയറ്റിലോട്ട് വല്ലതും പോവോ? ഇല്ല. അവർക്ക് അതിന് പണം വേണം. പണം വേണമെങ്കിൽ അവർക്ക് ജോലി ചെയ്യണം. അവർക്ക് അറിയുന്ന ഒരു ജോലി കോമാളിത്തരമാണെങ്കിലും ഓഫ്കോഴ്സ് പറയാണ്, രേണുസുധീന്റെ ആക്ടിങ് ഒന്നും ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇവളെന്താ ഈ കാണിക്കുന്നതെന്ന് തോന്നിപ്പോവും. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവളുടെ ആ ഒരു കോമാളിത്തരം കാണാനും ആൾക്കാരുള്ളത് കൊണ്ടാണ് അവളെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റീൽസും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നത്. അതുവഴി അവർക്കൊരു വരുമാനം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ. അവരത് വെച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. അതല്ലാതെ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി സമൂഹത്തിൽ നിലയ്ക്കാത്തൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ വീടിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ദാനം കിട്ടിയ വീടാണ്, ശരിയാണ്, സമ്മതിക്കുന്നു. ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ. അതും ശരിയാണ്, അതും ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഈ ദാനം കൊടുക്കുന്ന സമയത്ത് ഏതോ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാൾക്കൊരു ദാനം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഭക്ഷണം പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണം. അതല്ലാതെ പട്ടിണി എടുക്കുന്ന ഒരാളുടെ മുന്നിൽ 2 ദിവസത്തെ നമ്മുടെ വീട്ടിൽ കേടായ ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് നിങ്ങളത് കഴിച്ചോ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? പട്ടിണി കിടക്കുന്നവനാണെന്ന് വിചാരിച്ച് അയ്യോ ഇത് കേടായ ഭക്ഷണമാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് പറയാനുള്ള റൈറ്റ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതുപോലെ തന്നെ ഡ്രസ്സ് ഇടാനില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കീറിയ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നതിന് അർത്ഥമുണ്ടോ? എന്നിട്ട് നിനക്ക് ഇതുപോലും ഇല്ലായിരുന്നല്ലോ, ഇപ്പം കീറിയ ഡ്രസ്സെങ്കിലും കിട്ടിയല്ലോ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അതുപോലെ തന്നെ ദാനമായിട്ട് കൊടുക്കുന്നതാണെങ്കിലും അത് മാന്യമായ രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു പരാതി ഇപ്പം കേൾക്കേണ്ടി വരികയില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് മറ്റൊരു രീതിയിലും ചിന്തിക്കാം. ഇപ്പൊ രേഷ്മ സുധീന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇതുപോലെ ഒരു വീട് ദാനം കിട്ടിയെന്നിരിക്കട്ടെ. ഇപ്പം അതിനെന്തെങ്കിലും മെയിൻ്റനൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് ചിലപ്പോൾ കൊണ്ടുപോയെന്നിരിക്കാം. പക്ഷെ മനുഷ്യർ പലവിധമാണ്. നമുക്ക് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. അവര് നോക്കുമ്പോൾ ദാനം കിട്ടിയ വീടാണ്, അപ്പൊ അതിന്റെ ബിൽഡേഴ്സ് ആണ് അതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരേണ്ടത് എന്നായിരിക്കും ചിലപ്പം അവര് ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക. എനിക്ക് ഈ രേഷ്മ തങ്കച്ചനും അതുപോലെ തന്നെ രേഷ്മ തങ്കച്ചന്റെ ഫാമിലിനെ കണ്ടിട്ട്
ഒരുപാട് ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തികളെ പോലെയാണ് എനിക്ക് പേഴ്സണലി കാണുമ്പോൾ തോന്നുന്നത്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നിരിക്കാം അവര് ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അവരൊരിക്കലും ന്യായീകരിക്കുന്നതല്ല. ഓഫ് കോഴ്സ് നമുക്ക് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ മായിന്ന് അറിയാതെ വീട് പോയിട്ടുള്ള ആ ചോർച്ച എന്നുള്ള ആ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ടാണ് ഇത് ഇത്രയും പുലിവാലായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തെ പിടിച്ച് ഇത്രയും ഇത് വലിയൊരു പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? അതിന്റെ പേരിൽ രേണുവിനെയും അതുപോലെ തന്നെ സ്വന്തം മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഒരു അച്ഛനെ ഇങ്ങനെ എയറിൽ കയറ്റേണ്ട കാര്യമുണ്ടോ? ഈ രേഷ്മ തങ്കച്ചന്റെ ഫാദർ ആയിട്ടുള്ള തങ്കച്ചൻ ചേട്ടൻ ഇന്നലെ ഇന്റർവ്യൂലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂല് തങ്കച്ചൻ ചേട്ടൻ കുറച്ച് റോങ് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തു. ഇങ്ങനെയും ചിന്തിക്കാം, ചിലപ്പം മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും രോഷവും ഒക്കെ ആയിരിക്കാം ആ ഒരു ഇന്റർവ്യൂയിലൂടെ പുള്ളിക്കാരൻ പുറത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അയാളെ കണ്ടിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് ചിലപ്പം ഇന്റർവ്യൂലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ, ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഉണ്ടെന്നോ, അവരിതൊക്കെ എടുത്ത് ഞങ്ങളെ എയറിലാക്കും ഒന്നും ആ മനുഷ്യന് ചിലപ്പം അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അയാളുടെ ഉള്ളിലുള്ള ഇപ്പൊ നമുക്കായാലും ഉണ്ടാവത്തില്ലേ, ഇപ്പൊ ഒരാൾ നമുക്കൊരു സാധനം മേടിച്ചു തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കാലകാലം അയാളുടെ അടിമയായി കിടക്കണം എന്നൊക്കെ ഉണ്ടോ? അപ്പോ സമൂഹം മുഴുവൻ ഇങ്ങനെ നിങ്ങൾക്ക് ദാനമായി കിട്ടിയ വീടല്ലേ, നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ വീടല്ലേ, നന്ദി വേണം, നന്ദി ഇല്ലായ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം ദേഷ്യം വന്ന് കാണുമായിരിക്കാം. അതായിരിക്കാം ചിലപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂയിലൂടെ അയാൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എല്ലാ അച്ഛന്മാരും സ്വന്തം മക്കൾക്ക്, ആണായാലും പെണ്ണായാലും സ്വന്തം മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പം കൂടെ നിൽക്കുക തന്നെയാണ് ചെയ്യുക. അത് തന്നെ രേഷ്മയുടെ ഫാദറും ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പേരിൽ ആ ഒരു വീഡിയോയില് സ്വന്തം മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ ഇത്രമാത്രം ആ മനുഷ്യനെ എയറിൽ കയറ്റേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് വരാട്ടോ. ഇതാണ് ഈ കവർ. ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. അതിനാണ് പറഞ്ഞത് ഞാനത് തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒരു തട്ടുംപുറം ഒന്നുമില്ല ഇത് സൂക്ഷിക്കാൻ. പിന്നെ ഞാൻ ഒരു മുറിയിലും തട്ടുംപുറമില്ല. ഇത് കണ്ടോ, ഇത് ഫുള്ളും ഏട്ടന്റെ അവാർഡുകളും. ഇത് ഞാൻ എന്തെങ്കിലും ഇത് അന്ന് ആ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അടിഭാഗം പോയതാണ്. അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് രേണുവിനെതിരെ വന്നിട്ടുള്ള മറ്റൊരു ആരോപണമായിരുന്നു. അതായത് കൊല്ലം സുധിക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സും കാര്യങ്ങളൊക്കെ ചാക്കിനടിയിൽ കെട്ടി വെച്ചേക്കുവാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഒരു വീട് പണി കഴിയാത്തൊരു വീടാണെന്ന് വിചാരിക്കും, വീട്ടിൽ വെക്കാൻ ആവശ്യത്തിന് സൗകര്യങ്ങളൊന്നുമില്ല. എന്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയാം. വീട്ടിൽ ആവശ്യത്തിന് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പണ്ടൊക്കെ എന്റെ മമ്മിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ മമ്മി ഇതുപോലെ വലിയൊരു ചാക്കിനകത്ത് കെട്ടി വെക്കുമായിരുന്നു. അതോട് റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടല്ല, അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വീട്ടിൽ വെക്കാൻ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരാം. ഇപ്പൊ ഇതിനകത്ത് രേഷ്മ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല വെക്കാൻ, ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അവാർഡ്സും കാര്യങ്ങളൊന്നും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ സൂക്ഷിച്ചു വെച്ചതായിരിക്കാം. നമ്മുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ എവിടെ വെക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് നാട്ടുകാരുടെ ഇഷ്ടത്തിന് നോക്കി നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ? ആ പെൺകുട്ടി ഇപ്പം സുധിച്ചേട്ടന്റെ അവാർഡൊക്കെ എടുത്തിട്ട് വല്ല വേസ്റ്റ് കോട്ടയിലും തള്ളിയിട്ടുണ്ടെങ്കിൽ പറയായിരുന്നു മമ്മിയോടാണ്, അല്ലെങ്കിൽ സുധിച്ചേട്ടനോട് റെസ്പെക്ട് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയായിരുന്നു. ഇത് ആ വീട്ടിൽ തന്നെ സംഭവം ഉണ്ടല്ലോ, വെക്കാൻ ഷെൽഫും കാര്യങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഒരു ചാക്കാവുമ്പോൾ അത്യാവശ്യം ഒരുപാട് അവാർഡ്സ് ഇതിനകത്ത് കൊള്ളും. അതുകൊണ്ട് ചാക്കിൽ കെട്ടി വെച്ച് സൂക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സാധാരണക്കാരായ ആൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലാതെ ഇതൊന്നും വലിയൊരു മഹാസംഭവമൊന്നും അല്ല. പിന്നെ കുറച്ച് പേര് കമന്റ്സ് ഇടുന്ന ഒരു കാര്യമാണ്, ഒരു ഷെൽഫ് വാങ്ങി അതിനകത്ത് അടുക്കി വെച്ചുകൂടെ അവാർഡ്സ് ഒക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലപ്പോൾ അവരുടെ കയ്യിൽ ഫിനാൻഷ്യലി കുറച്ച് ബാഡ് ആയിരിക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവർക്കൊരു ഷെൽഫ് വേണം, ഷെൽഫിൽ ഒതുക്കി വെക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവർ ചെയ്തോട്ടെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അവരുടെ വീട്ടിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വെക്കണം, എപ്പം മേടിക്കണം, എപ്പം വിൽക്കണം, എപ്പം തുടയ്ക്കണം, എപ്പം അടിച്ചു വാരണം എന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിലൊക്കെ നാട്ടുകാർക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറയുകയാണെങ്കിൽ രേണുസുധി ഇപ്പം കാണിക്കുന്ന ഈ ഷോർട്ട് ഫിലിംസ്, റീൽസ്, ഇതിലൊക്കെ അഭിനയം ഒരു വകയ്ക്ക് കൊള്ളൂല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം വഴി ഒരു വരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവളത് ചെയ്തോട്ടെ. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ഇഷ്ടമില്ലാത്ത അച്ഛ ചെയ്യുന്ന മുഴുവൻ കുറ്റമായിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും നല്ലതാണെങ്കിൽ പോലും അതിൽ കുറ്റം കണ്ടെത്തും. അപ്പൊ അതുപോലെയാണ് എനിക്ക് ഇപ്പം
നമ്മുടെ പൊതുസമൂഹം രേഷ്മ സുധീനെ ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ഈ രേണുസുധി തന്നെയാണ് കേട്ടോ. ഒരു ഭാഗത്ത് അടങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു, പക്ഷെ പുള്ളിക്കാരി നെഗറ്റീവ് പബ്ലിസിറ്റി എങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള ആ ഒരു രീതിക്ക് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അതുകൊണ്ടാണ് ഇപ്പം സമൂഹത്തില് ഇത്രയും ഒരു വെറുപ്പ് രേണുസുധീനോട് ഉണ്ടാവാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരാളൊരു മിസ്റ്റേക്ക് കാണിച്ചാൽ നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയണം, പക്ഷെ എന്നും വിചാരിച്ചുകൊണ്ട് നമുക്കൊരാളെ ഇഷ്ടമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറ്റമാണ്, എല്ലാ കാര്യങ്ങളും റോങ് ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഒരാൾ നമുക്കൊരു ദാനമായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു സാധനം സൗജന്യമായി നമുക്ക് തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവര് പറയുന്നത് കേട്ട് ജീവിച്ച് അടിമയായിട്ട് നിൽക്കണം എന്നൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലിനി സിസ്റ്ററിന്റെ ഭർത്താവായിട്ടുള്ള മരിച്ചുപോയിട്ടുള്ള നമ്മുടെ ലിനി സിസ്റ്ററിന്റെ ഭർത്താവായിട്ടുള്ള സജീഷ്, പുള്ളിക്കാരന് നമ്മുടെ ഗവൺമെന്റ് ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ലിനി സിസ്റ്ററിന്റെ പേരിൽ കിട്ടിയ ഒരു ജോലിയാണല്ലോ. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് ലിനി സിസ്റ്ററിന്റെ ഭർത്താവും ലിനി സിസ്റ്ററിന്റെ മക്കളും മാത്രമേ അന്നം കഴിക്കാൻ പാടുള്ളൂ എന്ന് പൊതുസമൂഹം വാശി പിടിച്ച എങ്ങനെ ഉണ്ടാവും? എല്ലാവർക്കും അറിയാം. ഇപ്പം ആ സജീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി കല്യാണമൊക്കെ കഴിച്ച് മറ്റൊരു യുവതിനെ കല്യാണം കഴിച്ച് അവരുടെ മക്കളെ, ആ യുവതിക്കും ഒരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവര് രണ്ട് ഫാമിലി ജോയിൻ ആയിട്ട് ഇപ്പൊ ഒരു ഫാമിലി പോലെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ അത് ലിനി സിസ്റ്ററിന്റെ പേരിൽ കിട്ടിയൊരു ജോലിയല്ലേ, അപ്പൊ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ രേണുസുധീന്റെ കാര്യത്തിലോട്ട് വരുമ്പോ എന്താണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും രേണുസുധീന് ഇഷ്ടമല്ല. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. രേണുസുധീന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇഷ്ടമില്ലാത്ത അച്ചു തൊടുന്നതൊക്കെ കുറ്റമാണ്. അത് തന്നെ നമ്മളൊരു ചെറിയ കാര്യം കണ്ടു കഴിഞ്ഞാൽ അവളത് വലിയൊരു കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ചാർത്തി കൊടുക്കും. അതാണ് ഇപ്പം രേണുസുധീന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, മക്കൾക്കല്ലേ വീട് വെച്ചു കൊടുത്തത്, മക്കളല്ലേ അതിനകത്ത് താമസിക്കേണ്ടതെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മക്കൾക്കാണ് വീട് വെച്ചു കൊടുത്തത്, സമ്മതിക്കുന്നു, മക്കളുടെ പേരിലാണ് വീട് വെച്ചു കൊടുക്കുന്നത്. ഇപ്പം കിച്ചുവിന്റെ കാര്യം നോക്കുകയാണ്. കിച്ചു 10-21 വയസ്സായി. അവന് സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും സ്വന്തമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലും സ്വന്തമായിട്ട് പോകാൻ കഴിയുള്ള, സ്വന്തമായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോലും അവന് സ്വന്തമായിട്ട് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനെടുത്ത് പോകാം. അങ്ങനെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പ്രാപ്തിയായിട്ടൊരു കുട്ടിയാണ് അവൻ. ജോലി ആയിട്ടില്ല, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവന് ജീവിക്കാൻ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിൽ പറ്റും. ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ മോനായിട്ടുള്ള ഋതു, ആ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? അതിന്റെ അമ്മ വേണ്ടേ? അപ്പൊ ചോദിക്കും, അമ്മ മാത്രം മതിയല്ലോ, എന്തിനാണ് അമ്മയുടെ വീട്ടുകാർ നിൽക്കുന്നതെന്ന്. എടേ, നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടീന്റെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് നിൽക്കുക. ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നില്ല എന്നല്ല, പക്ഷെ നിൽക്കുന്നവര് വളരെ ചുരുക്കമായിരിക്കും. ഭർത്താവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഫാമിലി തന്നെയായിരിക്കും ഒരു ആശ്രയം എന്ന് പറയുന്നത്. ഇപ്പൊ രേണുസുധീന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ രേണുസുധി ഇപ്പം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും രേണുസുധിക്ക് കുഞ്ഞു മോനെയും കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോ അവളുടെ അപ്പനും അമ്മയും അവിടെ വന്ന് നിൽക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള വീടുകളിൽ, മലയാളി വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് രേണുസുധീന്റെ വീട്ടിലല്ല ആദ്യമായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ദാനമായി കിട്ടിയ വീടാണെന്ന് വെച്ചിട്ട് അവർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സമൂഹത്തിന് ഒരു ദോഷവും ആ സ്ത്രീ ചെയ്യുന്നില്ല. അവരവരുടെ കാര്യം നോക്കി നടക്കുകയാണ്.